എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ദ്രവ്യത്തെ പ്രധാനമായും മൂന്നായിട്ട് വർഗീകരിക്കാം, ക്ലാസിഫൈ ചെയ്യാമെന്ന് പഠിച്ചു അല്ലേ? ഖരം, ദ്രാവകം, വാതകം. ഇതിൽ ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും വാതകാവസ്ഥയിലുമുള്ള മാറ്ററിൻ്റെ, ദ്രവ്യത്തിൻ്റെ കണികകളുടെ ക്രമീകരണത്തിൽ വ്യത്യാസമുണ്ടെന്ന കാര്യവും ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഈ പദാർത്ഥങ്ങളുടെ കണികാ ക്രമീകരണം, മാറ്ററിലെ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് കാണിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടു കാണുമല്ലോ. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. ഖരാവസ്ഥ, അതായത് സോളിഡ് സ്റ്റേറ്റിലുള്ള മാറ്ററിൽ പാർട്ടിക്കിൾസ്, കണങ്ങൾ വളരെ അടുത്തടുത്തായി കാണപ്പെടുന്നു അല്ലെ? കണങ്ങൾ വളരെ അടുത്തടുത്തായി കാണപ്പെടുന്നു. നേരെ മറിച്ച് ലിക്വിഡ് സ്റ്റേറ്റ്, ദ്രാവകാവസ്ഥയിലുള്ള മാറ്റർ, ദ്രവ്യത്തിന്റെ കേസിൽ പാർട്ടിക്കിൾസ്, കണങ്ങൾ തമ്മിലുള്ള അകലം സോളിഡ് സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്, താരതമ്യം ചെയ്യുമ്പോൾ കൂടുതലാണ്. ഇനി അടുത്തത് ഗ്യാഷ്യസ് സ്റ്റേറ്റ്, വാതകാവസ്ഥയിലോ പാർട്ടിക്കിൾസ്, കണങ്ങൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം, വാതകാവസ്ഥയിൽ ധാരാളം കണങ്ങൾ തമ്മിൽ ധാരാളം ശൂന്യ സ്ഥലമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കണങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് ചലിക്കാൻ, സ്വതന്ത്രമായിട്ട് ചലിക്കാൻ പറ്റുന്നു. പക്ഷേ സോളിഡ് സ്റ്റേറ്റിൽ അങ്ങനെയല്ലല്ലോ അല്ലേ? ഇവിടെ പദാർത്ഥങ്ങളുടെ ഇടയിലുള്ള സ്ഥലം വളരെ വളരെ കുറവാണ്. ദ പാർട്ടിക്കിൾസ് ആർ ക്ലോസ്ലി പാക്ക്ഡ്
ഓക്കെ, സോളിഡ് സ്റ്റേറ്റിൽ കണങ്ങൾ വളരെ അടുത്തടുത്തായിട്ടാണ് കാണപ്പെടുന്നത്. പാർട്ടിക്കിൾസ് ക്ലോസ്ലി പാക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പാർട്ടിക്കിൾസിന് ഗ്യാഷ്യസ് സ്റ്റേറ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ പാർട്ടിക്കിൾസിന് സ്വതന്ത്രമായി ചലിക്കാൻ പറ്റില്ല. ഇത് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഒന്നുകൂടി നിങ്ങളുടെ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം ഞാൻ ഒന്നുകൂടി പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് ആണ്. അത് ഗ്യാസ് ലോസ് എന്ന പാർട്ടാണല്ലോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് വാതകങ്ങളുടെ പ്രത്യേകതകൾ, ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്യാസസ്, വാതകങ്ങളുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ വാതകം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വളരെ ചെറിയ കണങ്ങൾ കൊണ്ടാണെന്നറിയാം. ഓക്കെ, ഗ്യാസസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് very small particles. Number 2, volume of gas molecules is negligible as compared to total volume of gas or volume of gas. വാതക തന്മാത്രകളുടെ വോളിയമായിട്ട് വ്യാപ്തവുമായിട്ട് താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ ഗ്യാസിന്റെ വോളിയം, അതായത് ഗ്യാസിന്റെ വോളിയം എന്നത് അത് ഒക്യുപ്പൈ ചെയ്യുന്ന, അത് സ്ഥിതി ചെയ്യുന്ന വെസലിന്റെ വോളിയമാണെന്ന് ഞാൻ പറഞ്ഞു. അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ്. പിന്നെ ഗ്യാസ് മോളിക്യൂൾസ് ആർ ഇൻ റാൻഡം മോഷൻ, ക്രമരഹിതമായ ചലനം, അല്ലെ, ചലനം ആണ് വാതക തന്മാത്രകൾക്കുള്ളത്. ഡ്യൂറിംഗ് ദർ മോഷൻ they collide with each other and also they collide with the walls of the container. അപ്പോൾ ഈ റാൻഡം മോഷന്റെ സമയത്ത്, ക്രമരഹിതമായ ചലനത്തിന്റെ സമയത്ത് ഈ വാതക തന്മാത്രകൾ പരസ്പരം കൂട്ടിമുട്ടുന്നു. പരസ്പരം മാത്രമല്ല കൂട്ടിമുട്ടുന്നത്, അത് കാണപ്പെടുന്ന എന്താ പറയാ, കണ്ടെയ്നറിന്റെ, ആ പാത്രത്തിന്റെ വാൾസ്, ഭിത്തികളുമായും കൂട്ടിമുട്ടുന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ പറഞ്ഞു the pressure of gas is due to the collision between gas molecules and walls of the container. വാതക മർദ്ദത്തിനുള്ള കാരണം വാതക തന്മാത്രകളും കണ്ടെയ്നറിന്റെ ഭിത്തികളും തമ്മിലുള്ള കൊളീഷനാണ്, കൂട്ടിമുട്ടലാണ്. യെസ്, പിന്നെ there is no force of attraction between gas molecule, or we can say there is very low force of attraction between gas molecule. വാതക തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം വളരെ കുറവാണ്. Then the nature of collision between gas molecule is perfectly elastic. വാതക തന്മാത്രകൾ തമ്മിലുള്ള കൊളീഷന്റെ സ്വഭാവം ഇലാസ്റ്റിക് ആണ് എന്ന കാര്യവും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഒരു ജാറിൽ ഒരു ഗ്യാസ് ഉണ്ടെന്ന് എഴുതുക. ഫോർ എക്സാമ്പിൾ, ഒരു ജാറിൽ നൈട്രജൻ ഗ്യാസ് ഉണ്ട്, നൈട്രജൻ വാതകമുണ്ട്, അല്ലേ? അപ്പോ ഈ വാതകവുമായി ബന്ധപ്പെട്ട 4 കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ 4 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിലൊന്നാമത്തെ കാര്യം, ഈ വാതകത്തിന്റെ മർദ്ദം, അതായത് പ്രഷർ എന്താണെന്ന് നിങ്ങൾ അറിയണം. ഓക്കെ, ഇത് കൂടാതെ യെസ്, ഈ വാതകത്തിന്റെ വ്യാപ്തം, അതായത് വോളിയം എന്താണെന്ന് നിങ്ങൾ അറിയണം. ഓക്കെ, വ്യാപ്തം അറിയണം, മീൻസ് വോളിയം എന്താണെന്ന് അറിയണം. രണ്ടാമതായിട്ട് മർദ്ദം അല്ലെങ്കിൽ പ്രഷർ എന്താണെന്ന് അറിയണം. മൂന്നാമതായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഗ്യാസിന്റെ താപനില, അതായത് ടെമ്പറേച്ചർ എന്താണെന്ന് നിങ്ങൾ അറിയണം. ഓക്കെ, നാലാമതായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്മാത്രകളുടെ എണ്ണമാണ്. അതായത് നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്.
അപ്പോൾ 1, 2, 3, 4. അപ്പോൾ ഞാനിപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചുമാണ്, അതായത് വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ, വ്യാപ്തം, മർദ്ദം, താപനില, ഈ 3 കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ വ്യക്തമായിട്ട് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. തന്മാത്രകളുടെ എണ്ണം നമ്മൾ പിന്നെ ഈ ചാപ്റ്ററിലെ നെക്സ്റ്റ് പാർട്ടായ മോൾ കോൺസെപ്റ്റിൽ വളരെ വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒന്നാമതായിട്ട് വ്യാപ്തം എന്താണെന്ന് നോക്കാം. വാതകത്തിന്റെ വ്യാപ്തം, വാതകത്തിന്റെ വോളിയം എന്താണ്? ഹൗ ക്യാൻ വി മെഷർ ദ വോളിയം ഓഫ് ഗ്യാസ്? ഒരു വാതകത്തിന്റെ വ്യാപ്തം നമുക്ക് എങ്ങനെ അളക്കാം എന്ന കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, വ്യാപ്തം എന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു പദാർത്ഥത്തിന് നിൽക്കാൻ ആവശ്യമായ സ്ഥലമാണ് വ്യാപ്തം. ഓക്കെ, അതായത് the space occupied by the molecules is called volume. ഒന്നുകൂടി ഞാൻ പറയുന്നു, ഒരു പദാർത്ഥത്തിന് നിൽക്കാൻ ആവശ്യമായ സ്ഥലമാണ് വ്യാപ്തം, അതായത് the space occupied by the molecule is called volume. ഇനി നമുക്ക് വാതകത്തിന്റെ വ്യാപ്തവുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമുക്ക് ആദ്യം ലിക്വിഡ് സ്റ്റേറ്റ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ എൻ്റെ കയ്യിൽ, പ്ലീസ് ലിസൺ. ഓക്കെ, 100 milliliter വ്യാപ്തമുള്ള ഒരു വെസലിൽ, ഒരു പാത്രത്തിൽ വെള്ളമുണ്ട്, വാട്ടർ ഉണ്ട്. ഇതിന്റെ വോളിയം, ഇത് നിറച്ചു വെള്ളമുണ്ട്, ഇതിന്റെ വോളിയം 100 milliliter തന്നെയാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഇതിനെ ഞാൻ ഇപ്പോൾ നോക്കുക. 1 liter കപ്പാസിറ്റിയുള്ള, 1 liter വ്യാപ്തമുള്ള, 1 liter വോളിയമുള്ള ഒരു വെസലിലേക്ക്, ഒരു പാത്രത്തിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, ഇപ്പോ ഇതിന്റെ വ്യാപ്തം, ഇതിന്റെ വോളിയം 1 liter ആണോ? അല്ലല്ലോ, ഇതിന്റെ വോളിയം 100 milliliter തന്നെയാണ്. യെസ്, ദ സ്പേസ് ഓക്യുപ്പൈഡ് ബൈ ദിസ് വാട്ടർ മോളിക്യൂൾസ് ഈസ് കോൾഡ് ദ വോളിയം ഓഫ് വാട്ടർ. പക്ഷേ ഗ്യാസിന്റെ കേസിൽ അങ്ങനെയാണോ? യെസ്, ഇപ്പോൾ എൻ്റെ കയ്യിൽ 100 milliliter കപ്പാസിറ്റിയുള്ള, വ്യാപ്തമുള്ള, വോളിയമുള്ള ഈ വെസലിൽ സം ഗ്യാസ് ഉണ്ട്. ഇറ്റ് മേ ബി നൈട്രജൻ ഗ്യാസ്. ഞാൻ പറയുന്നു, ഇപ്പോ ഈ ഗ്യാസിന്റെ വ്യാപ്തം 100 milliliter ആണ്. ഇനി ഞാൻ 100 milliliter വോളിയമുള്ള ഈ ഗ്യാസിനെ 1 liter വോളിയമുള്ള, വ്യാപ്തമുള്ള ഈ വെസലിലേക്ക് ഞാൻ മാറ്റി എന്ന് നിങ്ങൾ കരുതുക. ഇതിലേക്ക് മാറ്റി എന്ന് കരുതുക. ഇപ്പോൾ ഗ്യാസിന്റെ വോളിയം 100 milliliter ആണോ? അല്ല, ഇപ്പൊ ഗ്യാസിന്റെ വോളിയം 1 liter ആണ്. അതായത് ഈ വെസലിന്റെ വോളിയം, ഈ പാത്രത്തിന്റെ വോളിയം 1 liter ആണ്. അതുകൊണ്ട് ഗ്യാസിന്റെ വോളിയം 1 liter ആണ്. നമുക്കറിയാം, വാതക തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വാതക തന്മാത്രകൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്, ആകർഷണ ബലം വെരി ലോ ആണ്. അതുകൊണ്ട് ഗ്യാസിന് വളരെ ഫ്രീ ആയി ഈ വെസൽ കൂടി ചലിക്കാൻ പറ്റുന്നു. ഓക്കെ, ഗ്യാസിന് ഈ പാത്രത്തിൽ വ്യാപിക്കാനുള്ള കഴിവുണ്ട്. ഡിഫ്യൂഷൻ എന്ന പ്രോപ്പർട്ടി ഗ്യാസിനുണ്ട്. ഡിഫ്യൂഷൻ ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ഇന്റർമിക്സിംഗ് ഓഫ് 2 or more സബ്സ്റ്റൻസ്. അപ്പോൾ ഇവിടെ ഗ്യാസിന് എല്ലാ ഭാഗത്തും ഡിഫ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോ ഈ ഗ്യാസിന്റെ വോളിയം എന്നത്, വാതകത്തിന്റെ വ്യാപ്തം എന്നത് അത് ഉൾക്കൊള്ളുന്ന കണ്ടെയ്നർ, വെസലിന്റെ വ്യാപ്തമാണ്. ഇനി ഇതേ ഗ്യാസിനെ ഞാൻ ഒരു 50 liter കപ്പാസിറ്റിയുള്ള ഒരു വെസലിലേക്ക്, ഒരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ ഗ്യാസിന്റെ വ്യാപ്തം എത്രയാവും? 50 liter ആവും. യെസ്, അപ്പൊ എന്താണ് വോളിയം ഓഫ് ഗ്യാസ്? വാട്ട് ഈസ് മെന്റ് ബൈ വോളിയം ഓഫ് ഗ്യാസ്? പ്ലീസ് ലിസൺ. വോളിയം ഓഫ് ഗ്യാസ് ഈസ് ദ volume of gas is the volume of the container in which it occupies. Volume of gas is the volume of the container in which occupies.
വാതകത്തിന്റെ വ്യാപ്തം എന്നത് ആ വാതകം കാണപ്പെടുന്ന സ്ഥിതി ചെയ്യുന്ന പാത്രത്തിന്റെ വോളിയമാണ്. ഓക്കെ, ആ വാതകം സ്ഥിതി ചെയ്യുന്ന പാത്രത്തിന്റെ വോളിയമാണ് ഒരു ഗ്യാസിന്റെ വോളിയം എന്നത്. യെസ്. അടുത്തത് മർദ്ദം, പ്രഷർ. എന്താണ് വാതകമർദ്ദം? വാട്ട് ഈസ് മെന്റ് ബൈ പ്രഷർ ഓഫ് ഗ്യാസ്? നമുക്കറിയാം, വാതക തന്മാത്രകൾ ക്രമരഹിതമായാണ് ചലിക്കുന്നത്. ഗ്യാസ് മോളിക്യൂൾസ് ആർ ഇൻ റാൻഡം മോഷൻ. ക്രമരഹിതമായ ചലനമാണ് വാതക തന്മാത്രകൾക്കുള്ളത്. അതായത് വാതക തന്മാത്രകൾ അത് ചലിക്കുന്ന സമയത്ത് നമുക്കറിയാം അത് പരസ്പരം കൂട്ടിമുട്ടുന്നു. അതുകൂടാതെ അത് കാണപ്പെടുന്ന കണ്ടെയ്നറിന്റെ ആ പാത്രത്തിന്റെ ഭിത്തികളുമായും കൂട്ടിമുട്ടുന്നു. യെസ്, ഗ്യാസ് മോളിക്യൂൾസ് ആർ ഇൻ റാൻഡം മോഷൻ. During their motion, they collide with each other and also they collide with walls of the container. Yes, then what is meant by pressure? നമുക്കറിയാം, പ്രഷർ എന്നത് എന്താ? ഫോഴ്സ് ആക്ടിംഗ് ഓൺ യൂണിറ്റ് ഏരിയ. ഫോഴ്സ് ആക്ടിംഗ് ഓൺ യൂണിറ്റ് ഏരിയ. ഫോഴ്സ് ആക്ടിംഗ് ഓൺ യൂണിറ്റ് ഏരിയ, അതാണ് പ്രഷർ എന്ന കാര്യം നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു യൂണിറ്റ് ഏരിയ, യൂണിറ്റ് വിസ്തീർണം, യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ് പ്രഷർ അല്ലേ? ഓക്കെ, അപ്പോ ബലം, മർദ്ദം എന്നത് ബലം divided by യൂണിറ്റ് പരപ്പളവ്. ഓക്കെ, ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം. The pressure is the force acting on unit area. Then the pressure of the gas is due to the collision between gas molecules and walls of the container. Okay, വാതക മർദ്ദത്തിനുള്ള കാരണം വാതക തന്മാത്രകളും കണ്ടെയ്നറിന്റെ ഈ വാൾസ്, ഭിത്തികളും തമ്മിലുള്ള കൂട്ടിമുട്ടലാണ്. യെസ്, the pressure of the gas is due to collision between gas molecules and between walls of the container. കണ്ടെയ്നറിന്റെ ആ പാത്രത്തിന്റെ ഭിത്തികളും വാതക തന്മാത്രകളും തമ്മിലുള്ള കൂട്ടിമുട്ടലാണ് വാതക മർദ്ദത്തിനുള്ള കാരണം. അപ്പോ ഇങ്ങനെ കൂട്ടിമുട്ടുന്ന സമയത്ത് ഈ വാതക തന്മാത്രകൾ, ഈ ഗ്യാസ് മോളിക്യൂൾസ് കണ്ടെയ്നറിന്റെ ഓരോ യൂണിറ്റ് ഏരിയയിലും എന്ത് ചെയ്യുന്നുണ്ട്? ബലം പ്രയോഗിക്കുന്നുണ്ട്. ആ ബലമാണ് വാതകമർദ്ദം. അപ്പോ pressure of the gas is the force exerted by the gas molecules per unit area of the walls of the container. Pressure of the gas is the force exerted by the gas molecules per unit area of the walls of the container. കണ്ടെയ്നറിന്റെ ഭിത്തികളിലെ ഓരോ യൂണിറ്റ് വിസ്തീർണ യൂണിറ്റ് ഏരിയയിലും വാതക തന്മാത്രകൾ ചെലുത്തുന്ന ബലം, ചെലുത്തുന്ന ബലമാണ് വാതക മർദ്ദം എന്നത്. മൂന്നാമത്തെ കാര്യം താപനില, അതായത് ടെമ്പറേച്ചർ. നമ്മൾ ഒരു വാതകത്തെ ചൂടാക്കുമ്പോൾ അല്ലേ, നമ്മൾ എന്താ ചെയ്യുന്നത്? വാതക തന്മാത്രകൾക്ക്, ഗ്യാസ് മോളിക്യൂൾസിന് ഹീറ്റ് എനർജി, അതായത് താപോർജം കൊടുക്കുന്നു. അപ്പോൾ വാതക തന്മാത്രകൾക്ക് പുതിയ ഊർജം കിട്ടുകയാണ് ചെയ്യുന്നത് അല്ലെ, താപത്തിന്റെ രൂപത്തിൽ. അപ്പോൾ പിന്നീട് ഈ താപോർജം, ഹീറ്റ് എനർജി ഗതികോർജം, അതായത് കൈനറ്റിക് എനർജിയായി മാറുന്നു. അപ്പോൾ വാതക തന്മാത്രകളുടെ ചലനവേഗത കൂടുന്നു, വാതകത്തിന്റെ ശരാശരി ഗതികോർജം കൂടുന്നു.
Okay, വാതക തന്മാത്രകളുടെ ശരാശരി ഗതികോർജം കൂടുന്നു. Yes, this average kinetic energy of gas molecule is called temperature. Average kinetic energy of gas molecule is called temperature. അതായത് താപനില. ഇനി ഈ ഗ്യാസിന്റെ വോളിയം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി, വോളിയം പറയാൻ വേണ്ടി എന്താണ് നമുക്ക് ഏതൊക്കെ യൂണിറ്റുകൾ യൂസ് ചെയ്യാം? Okay, volume of a gas can be expressed in milliliter, liter, centimeter cube, etc. അപ്പോൾ ഗ്യാസിന്റെ വോളിയത്തിന്റെ പ്രധാനപ്പെട്ട യൂണിറ്റുകളാണ്. ഇതുപോലെ വോളിയം വ്യാപ്തത്തിന്റെ, പ്രഷർ അതായത് ഗ്യാസിന്റെ മർദ്ദത്തിന്റെ യൂണിറ്റുകളാണ്. ഓക്കെ, ATM അറ്റ്മോസ്ഫിയർ, ബാർ, അതുകൂടാതെ പാസ്കൽ, ഇതൊക്കെ വാതക മർദ്ദം പ്രസ്താവിക്കുന്ന യൂണിറ്റുകളാണ്. ടെമ്പറേച്ചർ, ഓക്കെ, താപനില പ്രസ്താവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 യൂണിറ്റുകളാണ് ഡിഗ്രി സെൽഷ്യസും അതുപോലെ തന്നെ കെൽവിൻ സ്കെയിലും, ഇതുകൂടാതെ ഫാരൻഹീറ്റ് സ്കെയിലും കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു വാതകത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഓക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 4 കാര്യങ്ങളിൽ 3 കാര്യങ്ങൾ, അതായത് വോളിയം അല്ലെങ്കിൽ വ്യാപ്തം, പ്രഷർ അഥവാ മർദ്ദം, താപനില അഥവാ ടെമ്പറേച്ചർ, ഇതാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്തത്. 4ാമത്തെ കാര്യം തന്മാത്രകളുടെ എണ്ണം, നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. നിങ്ങൾ മോൾ കോൺസെപ്റ്റ്, ഈ ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടായ മോൾ കോൺസെപ്റ്റിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എക്സാമിന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ, അതാണ് വാതക നിയമങ്ങൾ, ഗ്യാസ് ലോസ്. അപ്പോൾ ഗ്യാസ് ലോസിലേക്ക് എത്താനുള്ള ചവിട്ട് പടിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഗ്യാസ് ലോസ്, അപ്പോൾ ഈ ഗ്യാസിൻ്റെ ഈ 4 കാര്യങ്ങൾ, വോളിയം, ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ്, വ്യാപ്തം, മർദ്ദം, താപനില, തന്മാത്രകളുടെ എണ്ണം, ഈ 4 കാര്യങ്ങളെ തമ്മിലുള്ള ബന്ധമാണ്, റിലേഷൻഷിപ്പാണ് ഗ്യാസ് ലോസ്, വാതക നിയമങ്ങൾ, ബോയിൽസ് ലോ, ചാൾസ് ലോ ആൻഡ് അവോഗാഡ്രോസ് ലോ. ബോയിൽ നിയമം, ചാൾസ് നിയമം, അവോഗാഡ്രോ നിയമം, ഈ 3 നിയമങ്ങളെ കുറിച്ചാണ് നമ്മൾ എൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യേണ്ടത്. ഓക്കെ സ്റ്റുഡൻസ്, ഗുഡ് ബൈ, സ്റ്റഡി വെൽ.